ഹേ ഫീവർ എന്താണ് ഹേ ഫീവർ അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ്? നമുക്ക് ഇത് പനിയുമായിട്ട് ഇതിനൊരു ബന്ധമില്ല, അല്ലെങ്കിൽ കച്ചിയുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. പക്ഷേ ഹേ ഫീവർ എന്നാണ് ഇതിന് പറയുന്നത്. അലർജി, തുമ്മൽ, ജലദോഷം, മൂക്കലിപ്പ് അല്ലെങ്കിൽ മൂക്കടപ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. സാധാരണ ഇതിൽ മൂക്കിനകത്തൊക്കെ ഒരു ചൊറിച്ചിലും ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും, തുമ്മലുണ്ടാവും, ഭയങ്കര തുമ്മി ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നത് നമുക്കറിയാം. പോളൻ അല്ലെങ്കിൽ പൂമ്പൊടി, മരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചെടികളിൽ നിന്നൊക്കെയുള്ള പൂമ്പൊടി ഒരു പ്രധാന കാരണമാണ്. ചില ഫംഗസുകൾ ചിലപ്പോൾ ഉണ്ടാകും, ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വളർത്തുന്ന ചില മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ, അതിൻ്റെ കൂടയിൽ നിന്നും ഈ അലർജി ഉണ്ടാകാറുണ്ട്. ഇതൊരു അലർജി രോഗമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു എൻക്ലോസ്ഡ് ക്യാബിനിൽ ഇരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ എ സിക്കകത്ത് ഇരിക്കാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സൺഗ്ലാസ് ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുമെങ്കിലും മരുന്നുകളുടെ ഉപയോഗം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അലിയം സീപ്പ, അല്ലെങ്കിൽ യൂഫ്രേഷ്യ, അല്ലെങ്കിൽ സിനാപ്പിസ് എന്ന് പറഞ്ഞ ഹോമിയോ മരുന്നുകളുണ്ട്. ഈ ഹോമിയോപ്പതി മെഡിസിൻ അക്യൂട്ടായിട്ടുള്ളതിനും ക്രോണിക്കായിട്ടുള്ളതിനും ട്യൂബർക്കുലിനും അല്ലെങ്കിൽ നാട്രമോറൊക്കെ വളരെ ഫലവത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളുമാണ്.